കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ച ഒരു സമരാഭാസമുണ്ട്. അങ്ങനെ ഒരു സമരത്തെ വിളിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ദുഃഖവുമുണ്ട്. സമരം ഇതാണ്: മെയ് 15 മുതൽ KSRTCയിൽ സൗജന്യമായി യാത്ര അനുവദിക്കും സ്ത്രീകൾക്കെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി വിജയിച്ചു വന്ന UDF അതിന് തയ്യാറാകാത്തതിൽ മനം നൊന്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വനിതാ വിഭാഗം കൊല്ലത്തും മറ്റിടങ്ങളിലും KSRTCയിൽ കയറി ടിക്കറ്റ് എടുക്കാതെ ഇതാ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകടന പത്രിക ഒരു തമാശയാണ് എന്ന് മലയാളികൾക്ക് ക്ലാസ് എടുത്തത് നമുക്കൊക്കെ അറിയാവുന്ന BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, നമുക്കറിയാമല്ലോ. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ ഇന്ന് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളോട് നടത്തിയ വെല്ലുവിളി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ ഉണ്ടാക്കിയ വലിയ വർധനവാണ്. ഇറാൻ പ്രതിസന്ധിയുടെ പേരിൽ LPG സിലിണ്ടറുകൾക്കുണ്ടാക്കിയ വർധനവിനാൽ ഇവിടുത്തെ ഹോട്ടൽ രംഗമാകെ തകർന്നുകൊണ്ടിരിക്കുന്നു. കൃഷി ചെയ്യുന്നവർ ഇനി വളം കുറച്ചുപയോഗിച്ചാൽ മതി, നിങ്ങളൊക്കെ ഇനി ഇലക്ട്രിക് വാഹനങ്ങളിൽ യാത്ര ചെയ്തുകൊള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ഒട്ടേറെ ഉറപ്പുകൾ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു ഉറപ്പ് നടപ്പിലാക്കാൻ വിജയിച്ചിട്ടില്ലാത്ത BJPയുടെ കേരളത്തിലെ വനിതാ മുഖങ്ങൾ നോക്കൂ. ഒരു സംസ്ഥാന സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. സ്വാഭാവികമായ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം UDFO LDFO ആയിക്കോട്ടെ, കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ വാഗ്ദാനങ്ങൾ പറഞ്ഞു മയക്കി കിടത്താൻ വടക്കേ ഇന്ത്യയിലെ പോലെ കഴിയില്ല എന്നിരിക്കെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടും വൈകാതെ എന്താണോ UDF നാട്ടുകാർക്ക് കൊടുത്ത വാഗ്ദാനം അത് നടപ്പാക്കാൻ അവർ ഇവിടെ ഉണ്ടെന്നിരിക്കെ ജനങ്ങളെ പമ്പരവിഡ്ഢികളാക്കാൻ വർഗീയ വിഭാഗീയ ചിന്തകൾ കൊണ്ട് മാത്രം ചരിത്രം എഴുതിയിട്ടുള്ള BJPയുടെ വനിതാ സംഘങ്ങൾ ഇന്ന് നടത്തിയ സമരങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സമരങ്ങളെ അശ്ലീലവൽക്കരിക്കുകയാണ് എന്നും ഉത്തരവാദിത്തപ്പെട്ടവർ തിരിച്ചറിയുമോ?